നാം നിങ്ങൾക്ക് ആകാശത്ത് നിന്നൊരു വെള്ളം തരുന്നു. ഏതാണ് ആ വെള്ളം? തുഹൂറാ, ശുദ്ധിയുള്ളതായ വെള്ളമാണ്. ശുദ്ധിയാക്കാനും അതുപോലെ സ്വയം ശുദ്ധിയുള്ളതുമായ വെള്ളമായി തുഹൂറായ മഴവെള്ളം നിങ്ങൾക്ക് നാമാണ് നൽകുന്നത്. ഇത് മഹത്തരമായ അനുഗ്രഹമായിട്ട് അല്ലാഹു പറയുന്നു, വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറകാ. പെയ്തുകൊണ്ടിരിക്കുന്ന മഴവെള്ളത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്ക് മാഅം മുബാറകാ, ബറക്കത്തുള്ള വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കിയിരിക്കുന്നു. അനുഗ്രഹീതമായ വെള്ളം അതങ്ങ് പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സസ്യങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മുളച്ചു പൊന്താനുള്ള അനുഗ്രഹമായി കൊണ്ടാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ, മഴ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരു അങ്കലാപ്പ് ഉണ്ടാക്കേണ്ടതില്ല. അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു ശപിക്കുന്ന സ്വരം നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു മാസം മുമ്പ് നമ്മുടെ ഈ പരിസരങ്ങളിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടവരാണ് നമ്മൾ. വെള്ളം കിട്ടാതെ വെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവരായിരുന്നു നമ്മൾ. അങ്ങനെ നിരാശപ്പെട്ട നമ്മുടെ മുമ്പിലേക്കാണ് അല്ലാഹു മഴ നൽകിയത് എന്നത് ഖുർആൻ തന്നെ നേരത്തെ പറഞ്ഞു. ഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, അവനാണ് നിങ്ങൾക്ക് മഴവെള്ളം തരുന്നത്. മിൻ ബഅദി മാ ഖനതൂ, നിങ്ങൾ നിരാശരായതിനു ശേഷം. വെള്ളമില്ലാതെ ഇങ്ങനെ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത്. വയൻശുറു റഹ്മത, അല്ലാഹുവിന്റെ റഹ്മത്ത് അതിലൂടെ നിങ്ങൾക്ക് പരത്തി തരികയാണ്. അതൊരത്ഭുതമായി ലോകത്ത് എന്നും നമ്മൾ പഠിക്കേണ്ടുന്നതാണ്. അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഭൂമിയിൽ ഈ മഴവെള്ളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അതിന്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അല്ലാഹു തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ ആരാ തരുന്നത്? ഇതൊക്കെ എവിടുന്നാ നിങ്ങൾക്ക് ലഭിക്കുന്നത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ മേഘക്കീറിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്, അതോ നാമാണോ? നിങ്ങൾക്ക് വലിയ കഴിവുണ്ട്, നിങ്ങൾ വലിയ വർത്താനൊക്കെ പറയും, നിങ്ങൾക്ക് വലിയ അഹങ്കരിക്കാനൊക്കെ ഉള്ള പല സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഈ ആകാശത്ത് നിന്ന് മേഘക്കീറിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആണോ? അം നഹ്നുൽ മുൻസിലൂൻ, നാമാണോ നിങ്ങൾക്ക് മഴവെള്ളം തരുന്നത് എന്ന് നിങ്ങളൊന്ന് പറയുക. ഇതെങ്ങാനും ഈ ലോകത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു. വെള്ളം എന്ന് പറയുന്ന ഒന്ന് ലഭിക്കാതെയായാൽ, കിണറുകൾ വറ്റിവരണ്ടാൽ, സമുദ്രം വറ്റിവരണ്ടാൽ, ഇവിടുത്തെ ജലത്തിന്റെ വെള്ളത്തിന്റെ സ്രോതസ് വറ്റിവരണ്ടാൽ നിങ്ങൾക്ക് ആരുണ്ട് വെള്ളം തരാൻ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നബിയെ ചോദിക്കണം അവരോട്, നിങ്ങളുടെ വറ്റി വരണ്ട് കിടക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വെള്ളമൊന്ന് കൊണ്ടുവന്ന് തരാൻ നിങ്ങൾക്ക് ആരാ ഉള്ളത്? ആർക്കും സാധ്യല്ല, ആർക്കും സാധ്യല്ല. ചിലപ്പോഴൊക്കെ പെയ്ത മഴയുടെ ചില കാലഘട്ടങ്ങളിലുണ്ടായ മഴ വലിയ ശിക്ഷയായി വന്നിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രളയം പൊട്ടിപ്പുറപ്പെട്ടു. അടുപ്പിൽ നിന്ന് വെള്ളം ഉയർന്നു. അത്രമാത്രം വലിയ ഒരു ശിക്ഷയുടെ പ്രളയമായിരുന്നു. സബ എന്ന് പറയുന്ന ഗോത്രത്തിന് പല സുഖങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു ഇട്ടുകൊടുത്തു, നല്ല തോട്ടങ്ങൾ കൊടുത്തു. പക്ഷെ അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചു. അവർക്കിടയിൽ മലവെള്ളപ്പാച്ചിൽ പോലെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഡാം ഉണ്ടായിരുന്നു. അങ്ങ് കുത്തിയൊലിച്ച് അങ്ങ് പൊട്ടിയൊലിച്ച് നഷ്ടപ്പെട്ടു. ആ പ്രദേശം മുഴുവൻ തകർന്നു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സ്വർഗ്ഗരതി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പിടിച്ചപ്പോ ഹിജാറത്തും മിൻ സിജ്ജീൽ, ചരൽ വർഷാണ്, ചരൽ മഴയാണ് അവർക്ക് പെയ്തത്. നമ്മളൊക്കെ ആലോചിക്കുക, നമ്മുടെ ഇടയിലേക്ക് പ്രളയവും മഴക്കെടുതികളും മറ്റുമൊക്കെ വരുമ്പോൾ പടച്ചോന്റെ ശിക്ഷയായിരിക്കുമോ എന്ന് ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ നിഅമത്തായി കൊണ്ട് നമുക്ക് ലഭിച്ച മഴ നമുക്ക് കിട്ടുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ അള്ളാഹ് തരുന്ന ഫദ്ലാണ്, പടച്ചോൻ തരുന്ന നിഅമത്താണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഈ കൊട്ടാര ജീവിതം, പക്ഷികളുടെ, പറവകളുടെ, മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാനുള്ള ശേഷി പടച്ചവൻ എനിക്ക് തന്നതല പലതരം കഴിവുകൾ, ഇതൊക്കെ എവിടുന്നാണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഇതൊക്കെ എനിക്കെന്റെ റബ്ബ് തന്ന ഔദാര്യമാണ്, ഫദ്ലാണ്. ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി തന്നതാണ് എനിക്ക്. നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഖനിയമത്തുകളൊക്കെ എനിക്ക് പടച്ചോൻ തന്നതാണ്, ഫദ്ലാണ്, അള്ളാഹുവിന്റെ ഫദ്ലാണ്. ഞാൻ നന്ദിയുള്ളവനാണോ അല്ലാത്തവനാണോ എന്ന് നോക്കാൻ തന്നതാണ്. നമുക്ക് നന്ദി കേടുണ്ടോ?
ഓരോ ജില്ലയിലും കലക്ടർമാരിങ്ങനെ അവധി പ്രഖ്യാപിക്കുമ്പോൾ ചിലർ തമാശയും കൊണ്ട് നടക്കുക. ഇതാ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്, അതിന്റെ താഴെ എന്തെങ്കിലും വാലിട്ട് കൊടുത്തിട്ട് ഒരു ചിരി മെസ്സേജും. മറ്റുള്ളവർ ദുരിതം കൊണ്ട് നടക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തമാശ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. നമ്മൾ നന്ദിയാണോ കാണിക്കുന്നത്? നന്ദികേടാണോ നമ്മൾ കാണിക്കുന്നത്? കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു, എല്ലാവരും സ്കൂൾ വരെ മുടക്കിയിട്ട് കുട്ടികളൊക്കെ സുരക്ഷിതരായി വീട്ടിലിരിക്കാൻ പറഞ്ഞു. അപ്പോ മീൻ പിടിക്കാൻ ഇറങ്ങി, വെള്ളത്തിന്റെ ഒഴുക്ക് കാണാൻ ഇറങ്ങി. കഴിഞ്ഞ ദിവസം പാനൂരിൽ 2 കോളേജ് വിദ്യാർത്ഥികളാണ് വെള്ളത്തിലൊഴുക്കിൽപ്പെട്ടത്. സഹോദരങ്ങൾ, എന്തിനാണ് അവധി പ്രഖ്യാപിക്കുന്നത്? മീൻ പിടിക്കാനാണോ? ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട് രസിക്കാനാണോ? പുറത്തിറങ്ങി നടന്നു പോകാനാണോ? അല്ല, ഇതൊന്നൊരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഇതൊക്കെ പടച്ചറബ് തന്ന ഈ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ സുരക്ഷിതമായി ഇരിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധം കൂടെ പടച്ചറബിന്റെ മുമ്പിൽ നമുക്ക് വേണം. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നവരാകണം. ഓരോ മഴ പെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് പടച്ചോനിൽ ഒന്ന് വിശ്വസിക്കാൻ സന്നദ്ധരാവണം. അപ്പോഴും ചില ആളുകൾ പറയും അത് ന്യൂനമർദ്ദം കൊണ്ട് പെയ്യുന്നതാണ്, അത് മഴക്കാലത്തിന്റെ സീസൺ ആയതുകൊണ്ടാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിഞ്ഞുവെങ്കിലും ആത്യന്തികമായി നമ്മുടെ നാവിൽ നിന്നുണ്ടാവേണ്ടത് ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഫദ്ലാണ്. മുത്തിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതി. മറ്റൊരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരാൻ പാടില്ല. നന്ദികേടുകളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ, വാക്കുകളായി പോലും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറെ ചിലരാകട്ടെ ഓരോ മഴയും ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ അതിനെ പഴിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു മഴയാണ്, എപ്പോ നോക്കിയാലും മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഈ വാക്കുകളൊക്കെ എന്താണെന്നറിയോ? ഒരു ശാപത്തിന്റെ പഴിക്കുന്ന വാക്കുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വാക്കുണ്ട്, ലാ തസുബ്ബുദ്ദഹർ. നീ ഒരിക്കലും കാലത്തെ പഴിക്കരുത്. ഫഇന്നല്ലാഹു ഹുവദ്ദഹർ. കാരണം കാലം എന്നത് അള്ളയാണ്. നീ പഴിക്കുന്ന ഓരോ പഴിയും അള്ളാഹുവിനെ പഴിക്കുകയാണ്. മഴ പരന്നു പിടിച്ചതോടുകൂടെ തന്നെ സ്വാഭാവികമായും ജന്തുജന്യ രോഗങ്ങളും പനിയും ഛർദിയും വയറിളക്കും പോലെയുള്ള അസുഖങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ 10,000-കണക്കിന് ആളുകളാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ക്ലിനിക്കുകളിലൊക്കെ വൻ തിരക്കുകളാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പനിയെ ശപിക്കലാണോ? ഉമ്മു സായിബ് എന്ന് പറയുന്ന സഹാബ വനിതന്റെ അരികിലേക്ക് പനി പിടിച്ചു നിൽക്കുന്ന സമയത്ത് അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. യാ ഉമ്മി സായിബ്, അല്ലയോ ഉമ്മു സായിബേ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവര് പറഞ്ഞു, എനിക്ക് വല്ലാത്ത പനിയാണ്. ലാ ബാറക്കല്ലാഹു ഫീഹാ. ഒരു തരം പനിയെ പഴിക്കുന്ന, ചീത്ത വിളിക്കുന്ന പ്രയോഗം നടത്താൻ തുടങ്ങി. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മാ. നിങ്ങൾ ഒരിക്കലും ഈ പനിയെ ഇങ്ങനെ പഴിക്കല്ലേ, ചീത്ത വിളിക്കല്ലേ. ഇതിലൂടെ മനുഷ്യരെ നിങ്ങളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് ദിവസം പനി പിടിച്ചാൽ ആ പനിയുടെ മരുന്ന് കഴിക്കണം, പ്രാർത്ഥിക്കണം, ഒക്കെ ഉണ്ടെങ്കിലും അതിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. കമാ യുദ്ഹിബുൽ കീറു ഖബതൽ ഹദീദ്. തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ആലയിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ തുരുമ്പ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന പോലെ മനുഷ്യരെ നിങ്ങളുടെ പാപം പുറത്തു കിട്ടുന്ന കാര്യമാണ് നീ പനിയെ പഴിക്കല്ലേ. ചിലർ എന്ത് പനിയാണിത്, എത്ര കഴിച്ചിട്ട് മാറാത്തത്, എന്തോ ഒരു പനിയാണിത് തുടങ്ങിയ ആ വാക്കുകൾ, പ്രയോഗങ്ങൾ വരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നത് ഈ സന്ദർഭത്തിലേക്ക് ഞാൻ ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ ആ രൂപത്തിൽ കാണാൻ കഴിയുക. ഓരോ നാടിന്റെയും സാഹചര്യം അനുസരിച്ചുകൊണ്ട് പല മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. മഴക്കാലത്ത് ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ നമ്മുടെ അശ്രദ്ധ വരരുത്. മഴക്കാലമാണെന്നും വെള്ളമുണ്ടെന്നും മറ്റുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷ്മത കാണിക്കണം. മഴയത്ത് കളിച്ച് മഴ കൊണ്ട് നടന്നുകൊണ്ട് രോഗം വിളിച്ചു വരുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. കൊതുക് പോലെയുള്ളവ പെരുകാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്, പള്ളി, മദ്രസ പരിസരങ്ങളൊക്കെ, മുസ്ലിമീങ്ങളുടെ ക്യാമ്പസുകൾ, പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയുള്ളതാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബാധ്യതയാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ മഴയെ കുറ്റം പറയരുത്, പനിയെ പഴിക്കരുത്. അതിന് കാരണമില്ല. നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിക്കൊണ്ട് ഇവിടുത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകരും അധികാരികളും നൽകുന്ന മുന്നറിയിപ്പ് അതൊക്കെ ഗവൺമെന്റ് നിയമല്ലേ, അതൊന്നും ഇസ്ലാമിൻ്റെതല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അതൊക്കെ മനുഷ്യരുടെ മുന്നറിയിപ്പുകളെ, മനുഷ്യർക്ക് വേണ്ടുന്ന ജാഗ്രതയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇനി ശക്തമായി സാധാരണയിൽ കവിഞ്ഞുള്ള മഴ പെയ്യാൻ തുടങ്ങിയാലോ നമ്മൾ പ്രാർത്ഥിക്കണം. മഴ നിൽക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവേ ഇത് ഞങ്ങൾക്ക് എതിരാവരുത്,
ഇത് ഞങ്ങൾക്കൊരു തടസ്സമാകരുത്. അല്ലാഹുമ്മ ഹവാലൈനാ, അല്ലാഹുവേ ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേ. വല അലൈനാ, ഇത് ഞങ്ങളുടെ മേലൊരു ശിക്ഷയാക്കി നീ മാറ്റരുത്, ഞങ്ങൾക്കൊരു പ്രയാസാക്കി ഇതിനെ മാറ്റരുത്, ഞങ്ങൾക്ക് ഗുണകരമാക്കി തരണം. അല്ലാഹുമ്മ അലൽ അകാമി വൽദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജരി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അലൽ ആകാം, ഈ മഴയെ നീ ആക്കിത്തരണമേ, ആക്കാമുകളിലാക്കണമേ. ആക്കാം എന്ന് പറഞ്ഞ മേച്ചിൽ സ്ഥലങ്ങളിൽ, വൽദിറാബി നല്ല മലയുടെ മുകളിൽ, വബുതൂനിൽ ഔദിയ താഴ്വരകളിൽ, വമനാബിത ശജരി മരത്തിന്റെ വേരുകളിലൊക്കെ ആക്കി ഇതിനെ ഉപകരിക്കുന്നതാക്കി തരണമേ. ഈ നിലക്ക് നമ്മൾ അപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് എതിരായത് മാറരുതേ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പടച്ചറബ് തന്നിരിക്കുന്ന ഓരോ നിഅമത്തുകളെയും പടച്ചറബിന് നന്ദി കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ ഒരിക്കലും നമുക്കെതിരാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടുന്നത് വേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ധിക്കാരങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപക്കറകളാണ് ലോകത്തെ എല്ലാ ഫിത്നകളുടെയും കുഴപ്പങ്ങളുടെയും കാരണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ലഹറൽ ഫസാദ്, കുഴപ്പങ്ങൾ പെരുകി. ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും. എന്തേ കാരണം? ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ അധ്വാനിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൈകളാൽ, നമ്മുടെ പ്രവർത്തനങ്ങളാൽ നാശം വിതക്കുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാൻ റബ്ബിലേക്ക് തൗബ ചെയ്യണം. നന്നായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. അള്ളാഹുവിന്റെ മുമ്പിലാക്കി ഇസ്തിഗ്ഫാർ നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവന് രക്ഷ ലഭിക്കുന്ന മാർഗമാണ് ഇസ്തിഗ്ഫാർ. അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന വാക്ക്. അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക.